നീലിമ എനിക്ക് തോന്നുന്നു 46 വർഷം മുമ്പാണ് ലീഗ് ആദ്യമായിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത്. അതിനുശേഷം ഔക്കാവതർക്കുട്ടിന് ഉപമുഖ്യമന്ത്രിയായി. പക്ഷേ അതിനുശേഷവും ലീഗിൻ്റെ UDF ഭരണത്തിൽ വരുമ്പോഴെല്ലാം ലീഗിൻ്റെ കയ്യിലാണ് പിടി അല്ലാതെ കടിഞ്ഞാണ് അവറയിലാന്ന് പറയാം പലപ്പോഴും. ഉദാഹരണമായിട്ട് 92 കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ലീഗ് UDFിൽ പ്രത്യേകിച്ച് UDF ഭരണത്തിൽ വരുമ്പോഴെല്ലാം വളരെ വലിയൊരു മേധാവിത്വം ലീഗ് വലിയൊരു കൈകടത്തൽ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും അതിനുശേഷം വന്ന വിദ്യാഭ്യാസ മന്ത്രിമാരാണെങ്കിലും ലീഗിൻ്റെ ഒരു അപ്പർ ഹാൻഡ് UDFിനകത്തുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയത് എന്തുകൊണ്ടാണ് ഈ KC വേണുഗോപാലിനെ ഹൈക്കമാൻഡിൽ ഇത്രയും പിടിപാടുള്ള, അതായത് രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്കയുമായും ഒക്കെ വളരെ അടുപ്പമുള്ള അവരുടെ വീടുകൾ എപ്പോഴും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള KC എന്തുകൊണ്ട് വെട്ടി എന്നാണ് ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് കൗതുകമുണ്ടെന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സംഘടനകളുടെ ഇടപെടൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ 60 നിയമസഭാ സീറ്റുകളാണ് UDFിനുള്ളത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഒരുപക്ഷെ KC വേണുഗോപാൽ പ്രത്യേകിച്ച് കോൺഗ്രസ് 102 സീറ്റുമായി UDF 102 സീറ്റുമായി വരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പ്രത്യേകിച്ച് UDFിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തോൽക്കും എന്നൊരു ഭീഷണി മുസ്ലിം സംഘടനയുടെ ഭാഗത്തുനിന്ന് ചില മുസ്ലിം സംഘടനയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടാകാം. അതാകാം ഇന്ന് ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസത്തെ ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരാമർശത്തിൽ കൂടെ പുറത്തു വന്നെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പക്ഷേ എനിക്ക് മറ്റൊരു കൗതുകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരാമർശം വന്നിട്ട് ഇപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടു. ഒരു കോൺഗ്രസ് നേതാവ് പോലും എന്നാൽ തിരുത്താനോ അതിനെതിരെ ഒരു വാക്കുമുണ്ട തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ ഒരു പരാമർശം നടത്തി, അല്ലെങ്കിൽ G സുകുമാരൻ ഒരു പരാമർശം നടത്തി. അങ്ങനെ സംഭവിച്ചു പോയാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ ഇവർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് MP രാജ്മോഹൻ എടുത്താൽ തന്നെ SNDP NSS നേതാക്കളെതിരെ പലതും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴെല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടും ഒരു കോൺഗ്രസ് നേതാവ് പോലും കമാന്നൊരു അക്ഷരം ഈ ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ പറഞ്ഞതിന് വളരെ മോശമായി പോയെന്നോ, എന്നാൽ ഞങ്ങൾ മതേതര കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് VD സതീശനെന്നോ, ഈ 46.67% വോട്ടാണ് UDFിന് കിട്ടുന്നത്. ഈ സമസ്തയുടെ വോട്ട് മാത്രമല്ല, എല്ലാ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്, ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. സർവ്വ ജാതി മതസ്ഥർ വോട്ട് കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഞങ്ങൾ ജയിച്ചതെന്ന് സ്ഥാപിച്ചെടുക്കാനോ അങ്ങനെ ഒരു കാര്യം ഇവരെ തിരുത്താനോ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ഈ മുസ്ലിം ന്യൂനപക്ഷ സംഘടനകളെ ഭയപ്പെടുന്നുണ്ടാവും. അതിനകത്ത് തിരുത്താൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ തിരുത്തേണ്ട കാര്യമില്ല. കാരണം ഈ എല്ലാവരും ക്ലെയിം ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജെഫ്രി തങ്ങൾ ക്ലെയിം ചെയ്യുന്നു ഞങ്ങളുടേതാണ് എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് അനൂപ് നേരത്തെ പറഞ്ഞല്ലോ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകാത്തത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോഴും പറയുന്നത് UDF എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനമാണ്. ഈ മുന്നണി സംവിധാനത്തിൽ ലീഗിൻ്റെ വോട്ടില്ലെന്നുണ്ടെങ്കിൽ മലബാർ മേഖലയിലെ 30 കോൺഗ്രസ് MLA ജയിക്കൂല. 63 MLA-മാരിൽ 33 MLA-മാരെ കാണുള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഘടകകക്ഷിയായ ലീഗ് എന്ന് പറയുന്ന സംവിധാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസിന് UDF സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ 80 സീറ്റുണ്ട് ലീഗില്ലാതെ തന്നെ. ലീഗില്ലാതെ 80 സീറ്റുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് ലീഗിനെ മാറ്റി നിർത്തിയിട്ട് ഇവർക്ക് ലീഗ് VD സതീശന് വേണ്ടി ലീഗ് പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ ലീഗിൻ്റെ വളരെ വലിയ സപ്പോർട്ട് സതീശനാകണ്ട എന്തെങ്കിലും ചെന്നിത്തലയ്ക്ക് സ്വാധീനമുള്ള ആളുകളും 43 MLA-മാരും ബാക്കിയുള്ള ഘടകകക്ഷികളെയും ചേർത്തുകൊണ്ട് ഹൈക്കമാൻഡിന് പറയാലോ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകട്ടെ. പറ്റില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിൽ ഇല്ലാതെ പോകും. 2001 ശേഷമാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു കൈപ്പത്തി ചിഹ്നത്തിലുള്ള ആൾക്കാർ ജയിക്കുന്നത്. ഇപ്പൊ K പ്രവീൺകുമാർ ജയിച്ചു, നാദാപുരത്ത് അഭിജിത്ത് ജയിച്ചു. ഇവരൊക്കെ ജയിക്കാൻ വേണ്ടി അനൂപേ, യഥാർത്ഥത്തിൽ അപ്പോൾ ഈ കോൺഗ്രസിന്റെ 63 നമ്പർ എന്ന് പറയുന്നത് ലീഗിന്റെ 22-ന്റെ മുന്നിൽ ഒന്നുമല്ല എന്നാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.